ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്റ്റഡി പ്ലാനറാണ്. അപ്പോൾ ഏതൊരു ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ സാധാരണ ഒരു നോട്ട്ബുക്കാണ് നമുക്ക് വേണ്ടത്. വരയിട്ടതോ വരയിടാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഒരു പ്ലാനർ നമുക്കുള്ളത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലൊരു അടുക്കും ചിട്ടയോട് കൂടി ചെയ്യാനും എല്ലാം മറന്നു പോകാതെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ചെയ്യാനും അതുപോലെ തന്നെ അത് വിലയിരുത്താനും ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാനർ വളരെ നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു പേജിൽ നമ്മൾ ഈ ഒരു വർഷത്തേക്കുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പേജിൽ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും ചെയ്യാനായിട്ട് ഇഷ്ടമില്ലെങ്കിൽ, സമയമില്ലെങ്കിൽ ഓരോ മാസത്തെയും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചിട്ട് ഒരു പ്ലാനർ പോലെ ചെയ്യാം. അതല്ല, ഇങ്ങനെ ഓരോ തീമൊക്കെ കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റീവായിട്ട് ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു പേജിൽ ഞാനൊരു ഡ്രീം ക്യാച്ചറിൻ്റെ പിക്ചറാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ക്രയോൺസ് ആണ്. ക്രയോൺസും പിന്നെ സാധാരണ നമ്മുടെ ജെൽ പെൻ ഉണ്ടല്ലോ അതും. നമ്മൾ സാധാരണ നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ടാണ് പ്ലാനർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ, സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ മാർക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തെ പേജിലേക്ക് നന്നായിട്ട് അതിങ്ങനെ പടർന്ന് കാണാനായിട്ട് പറ്റും. തീരെ ഭംഗിയുണ്ടാവില്ലേ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ ക്രയോൺസും പേനയും യൂസ് ചെയ്യുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ക്രയോൺ യൂസ് ചെയ്താണ് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് ഉണ്ടാക്കുന്ന ഒരു കോട്ടൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. ഇനി നെക്സ്റ്റ് പേജിൽ എബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. നമ്മുടെ പേര്, ക്ലാസ്, സ്കൂള് അതൊക്കെ എഴുതാനായിട്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് 2-3 വാക്കുകൾ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ എഴുതാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലൊരു എനർജി വരണം. അങ്ങനത്തെ വാക്കുകൾ, അങ്ങനത്തെ കോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പേര്, ക്ലാസ്സൊക്കെ എഴുതി കൊടുക്കാം, ജസ്റ്റ് ഒരു കള്ളി വരച്ചിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഇഷ്ടം പോലെ തീമുകൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ വരച്ചെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതും നമ്മൾ ക്രയോൺസ് യൂസ് ചെയ്താണ് കളറൊക്കെ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ആ ഒരു വർഷത്തെ കലണ്ടറാണ്. കലണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കാഡമിക് ഇയർ എന്ന് പറയുന്നത് ജൂൺ തൊട്ട് മാർച്ച് വരെയാണല്ലോ, അടുത്ത കൊല്ലം മാർച്ച് വരെ. അപ്പോൾ ആ മാസങ്ങളിലെ കലണ്ടറാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മൊത്തം കലണ്ടർ വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. താഴെ നോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പേസും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ അറിയാനും പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു പേജാണിത്. അടുത്തൊരു പേജ് നമ്മുടെ ഇയർലി ഗോൾസ് ആണ്. അതായത് നമ്മുടെ ആ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് എഴുതി വെക്കാനുള്ള ഒരു പേജാണ് അത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ മന്ത് വൈസ് ആയിട്ട് തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഉൾക്കൊള്ളിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി ജൂലൈ ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ മന്തിലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഞാനൊരു തീം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹാരി പോട്ടർ തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തീമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു തീം ഞാൻ സെലക്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പേജിൽ നമ്മൾ ആ ഒരു മന്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നു. പിന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ക്രയോൺസ് യൂസ് ചെയ്താണ് കളർ ചെയ്തിരിക്കുന്നത്. നമ്മളധികം സ്കെച്ച് പെന്നൊന്നും യൂസ് ചെയ്യാതിരിക്കുക സാധാരണ നോട്ട്ബുക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അടുത്തൊരു പേജ് നമ്മുടെ ആ ഒരു മാസത്തെ കലണ്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ആ ഒരു മാസത്തേക്കുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കലണ്ടർ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കള്ളികളിലും നമുക്ക് എന്തെഴുതാം, ആ ഡേറ്റിൽ നമുക്ക് എന്തെങ്കിലും എക്സാം ഉണ്ടോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് വെക്കാനുണ്ടോ
അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു മാസത്തെ മൊത്തം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ഞാൻ നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കള്ളികളിലെ കൊള്ളാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് വലിയ കാര്യങ്ങൾ വാചകങ്ങളാണ് നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ അവിടെ എഴുതി വയ്ക്കാം. പിന്നെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുത്തു ആ ഒരു തീം കിട്ടാനായിട്ട്. അടുത്തൊരു പേജ് നമ്മുടെ മന്ത്ലി ഗോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മാസത്തെ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, എന്തൊക്കെ അസൈൻമെൻറ്റ്സ് ആണുള്ളത്, അങ്ങനെ മന്ത്ലി ആ ഒരു മാസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു പേജും ഈ ഒരു മന്ത്ലി ഗോൾസിൻ്റെ വേറൊരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 3 കളികളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ കളിയിൽ എക്സാം ഓർ അസൈൻമെൻറ്റ്സ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സാം ഉണ്ടോ, അപ്പോൾ ആ സബ്ജക്റ്റ് എഴുതാം. അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ പേര് എഴുതാം. ഇനി അതെന്നേക്കുള്ളതാണ്, എക്സാം ആണെങ്കിൽ അതെന്നേക്കുള്ളതാണ്, പ്രൊജക്റ്റ് എന്നേക്കാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്, ആ ഒരു ഡേറ്റ് എഴുതുന്നു. പിന്നെ നോട്ട്, അപ്പോൾ എക്സാമൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുന്ന രീതിയിൽ അതിൻ്റെ നേരെ നമ്മളൊരു നോട്ട് എഴുതി വെക്കുക. ഇനി അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇനി എന്തൊക്കെ അതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മിസ്റ്റേക്ക് നമുക്ക് പറ്റി, അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. അങ്ങനെ ഓരോന്നും ആ ഒരു മാസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നേരത്തെ നമ്മൾ കണ്ട മന്ത്ലി ഗോൾസും ഇതും ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അടുത്തൊരു പേജ് നമ്മുടെ ഹാബിറ്റ് ട്രാക്കറാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ 6 ഹാബിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റഡി, റീഡിങ്, യോഗ, വാട്ടർ, ഓർഗനൈസിങ്, സ്ലീപ്പിംഗ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ ഓരോ കലണ്ടർ പോലെ വരച്ചിട്ട് ഇപ്പോൾ 31 നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസം നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പേന യൂസ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കാം, ചെയ്യാത്ത ദിവസങ്ങളിൽ ക്രോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പഠിക്കുന്നതായാലും പുസ്തകങ്ങൾ വായിക്കുന്നതായാലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ്, ഇതൊക്കെ കൊടുക്കാം കേട്ടോ. ഓർഗനൈസിങ്, സ്റ്റഡി ഏരിയ ഓർഗനൈസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാതും നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഹാബിറ്റായിട്ട് നമുക്ക് എഴുതിയിട്ട് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് പറ്റും. അടുത്ത പേജ് മൂഡ് ട്രാക്കറാണ്. ഇത് നമ്മൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. 31 ലെറ്ററിൻ്റെ ഇതാണ് നമ്മൾ വരച്ചിരിക്കുന്നത്, പിക്ചറാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനവിടെ സൈഡിൽ കുറച്ച് കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ്, ഗുഡ്, ലേസി, ബാഡ്. അപ്പോൾ ഓരോ ദിവസം നമുക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ദിവസത്തിൻ്റെ അവസാനം നമുക്ക് നോക്കാം. എന്നിട്ട് ആ ഓരോ ലെറ്ററിനും നമ്മൾ കളർ ചെയ്ത് കൊടുക്കാം. ഗുഡ് ആണെങ്കിൽ ആ കളർ കൊടുക്കാം, ബാഡ് ആണെങ്കിൽ ആ കളർ കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു പേജാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്തൊരു പേജ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റാണ്. അപ്പോൾ ഓരോ ദിവസം നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്ത് നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്തൊക്കെയാണ് അന്നുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾ, നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നുണ്ടായിരിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തരുന്ന, നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ആക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേ വേണ്ട. കിടക്കാൻ പോകുന്ന നേരത്ത് നമ്മൾ നല്ല കാര്യങ്ങളാണ് ആലോചിച്ച് എഴുതി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ്. ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്ന ഒരു നേരമാണ്. അതിനാണ് ഈ ഒരു പേജ് കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ഡെയിലി പ്ലാനിങ്. അപ്പോൾ ഓരോ ദിവസം ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ എഴുതി കൊടുക്കുകയാണ് അന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്തെ പിറ്റേ ദിവസത്തേക്കുള്ളത് എഴുതി വെക്കുമല്ലോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ എല്ലാതും എഴുതി വയ്ക്കാം. അതിനുള്ളതാണ് നമ്മൾ ഡെയിലി പ്ലാനിങ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്ലാനർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനും കൂടുതൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഇതുപോലെ ഓരോ പേജ് വരച്ചിട്ട് പേജിൽ നിങ്ങൾ ഹെഡിങ് ഒക്കെ എഴുതി ഉൾക്കൊള്ളിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടൈം ടേബിളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ടൈം ടേബിൾ, റൊട്ടീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞും വരാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പേജും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. തീം സെലക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഓരോ മാസവും ഓരോ തീമിൽ ചെയ്യുമ്പോൾ ഇത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ആ മാറ്റം കാണാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് തന്നെ ഒരു അടുക്കും ചിട്ടയും വരും ഡെയിലി നമ്മളിത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെയും കളിക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ കുറച്ച് ഒരു സമയം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.